സൂപ്പർമാൻ മൂവി റിലീസായ ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ പരിപാടിയായിട്ട് ബിസി ആയിരുന്നു. സോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. ആ ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ജെയിംസ് ഗൺ ഡയറക്ട് ചെയ്യുന്ന മൂവി, പുതിയ സൂപ്പർമാൻ, DCUലെ ഫസ്റ്റ് മൂവി, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ സ്റ്റോറിനെ റീബൂട്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു എനിക്ക് ആ ഒരു സിനിമയിലുള്ള എക്സൈറ്റ്മെന്റ് നിലനിർത്തിയത്. സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അല്ലാതെ അതിഗംഭീരമായിട്ടുള്ള ഒരു കിഡിലം സൂപ്പർമാൻ മൂവി എന്ന് എനിക്ക് തോന്നിയില്ല. ഒരു വൺ ടൈം വാച്ച് ആയിട്ട് നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി, അത്രേ ഉള്ളൂ. സിനിമ ഞാൻ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്തു. ആ 2 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ നല്ല നൈസ് ആയിരുന്നു സിനിമ കാണാനായിട്ട്. ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് നല്ല രീതിക്കാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഷ്വൽസ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നൈസ് ആയിരുന്നു. ആ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ്, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള, ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സൂപ്പർമാൻ മൂവീസിൽ അല്ലെങ്കിൽ DC മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. നമ്മുടെ DCയിലെ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർമാൻ മൂവീസിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാൻ ഓഫ് സ്റ്റീലൊക്കെ എത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. സോ ആ ഒരു സൂപ്പർമാനും ആ ഒരു മൂവിയും അങ്ങനത്തെ ലെവലാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൂവിയിലെ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഭയങ്കര നന്മയായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള, അതായത് ഒരു കുട്ടിത്തൊക്കെ ഉള്ള ഒരു സൂപ്പർമാൻ ഉണ്ടല്ലോ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇതിലെ സൂപ്പർമാനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ വയലൻസ് ഒന്നും വേണ്ട. ഈ ഒരു മൂവിയിൽ അങ്ങനെ വലിയ വയലൻസ് എന്നുള്ള പരിപാടിയൊന്നും ഇല്ല. ഒരു കൊച്ചുകുട്ടികളുടെ മൂവിയില്ലേ, ഒരു കൊച്ചുകുട്ടികളടുത്ത് പോയിട്ട് ഇതാണ് സൂപ്പർമാൻ മൂവി ഇരുന്ന് കണ്ടോ എന്ന് പറയുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി ഉണ്ടല്ലോ, ഒരു ഡിസ്നിയുടെ ഒക്കെ പടം, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ശരിക്കും സൂപ്പർമാൻ ഇങ്ങനെയല്ല. ഈ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട്, അതായത് നമ്മൾ പണ്ട് കോമിക്കിൽ കണ്ടുമടുത്തൊരു സൂപ്പർമാൻ ഉണ്ടല്ലോ, പണ്ടത്തെ സ്റ്റോറിയൊക്കെ ഉള്ള ഒരു സൂപ്പർമാൻ, അതായത് രക്ഷനായിട്ട് എപ്പോഴും പോകുന്ന, അല്ലെങ്കിൽ ആ ശരിക്കുള്ള സൂപ്പർമാനും സൂപ്പർമാൻ്റെ ബാക്ക് സ്റ്റോറിയും ആ വില്ലൻസും, അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡിൽ നിന്നൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു സൂപ്പർമാൻ ഉണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡൊക്കെ ഉള്ള. സോ ആ ഒരു സൂപ്പർമാനാണ് ഈ ഒരു മൂവിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മറ്റേ മാൻ ഓഫ് സ്റ്റീലിൻ്റെ ഫാനാണ്, അല്ലെങ്കിൽ സാക് സ്നൈഡറിന്റെ ഫാനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഇങ്ങനെ ഫീലായി. അങ്ങനെയൊന്നും അല്ല. ഞാൻ സാക് സ്നൈഡറിന്റെ മൂവിയും അല്ലെങ്കിൽ മാൻ ഓഫ് സ്റ്റീലൊക്കെ കാണുന്നതിന് മുമ്പേ ഒരുപാട് സൂപ്പർമാൻ മൂവീസും ആനിമേറ്റഡും കോമിക്സും എല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാക് സ്നൈഡറിന്റെ ഒരു മാൻ ഓഫ് സ്റ്റീൽ മാത്രം വെച്ചിട്ടല്ല ഞാൻ കമ്പയർ ചെയ്യണം. DCയിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സൂപ്പർമാൻസും, അല്ലെങ്കിൽ സൂപ്പർമാൻ മൂവീസും ആനിമേറ്റഡ് സീരീസ് ആയാലും കോമിക്സ് ആയാലും നമ്മൾ കണ്ടു വളർന്ന സൂപ്പർമാൻസ് ഒക്കെ വെച്ച് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സൂപ്പർമാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു മാർവൽ ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാനൊരു പക്കാ DC ഫാനാണ്. DCയിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേവറേറ്റ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് എന്നും ബാറ്റ്മാൻ ആണ്. സൂപ്പർമാനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ DCയിലുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും വില്ലൻസിനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റോറീസും പ്രസന്റേഷനും കോമിക്സും എല്ലാം ഞാൻ കണ്ടു വളർന്നത് തന്നെ മറ്റേ ജസ്റ്റിസ് ലീഗ് ഒക്കെയാണ്. ഈ ഫസ്റ്റ് സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ ഇത്ര വലിയ ഹീറോസ് ആണ്, അല്ലെങ്കിൽ ഇത്ര വലിയ വേൾഡ് ബിൽഡൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി ഒരുപാട് സിനിമ വരാനുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ കൊച്ചിലെ കണ്ടു തുടങ്ങുമ്പോൾ കുറെ സൂപ്പർ പവറുള്ള ആൾക്കാർ ഒരു ടീമായിട്ട് പോകുന്നു. ജസ്റ്റിസ് ലീഗിന്റെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അവിടെ നിന്നാണ് ശരിക്കും ഞാൻ സൂപ്പർമാൻ, ബാറ്റ്മാൻ, ജസ്റ്റിസ് ലീഗ്, പിന്നെ കോമിക്സിലോട്ട് പോയി ആനിമേഷനിലോട്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു DC ഫാൻ, അല്ലെങ്കിൽ ഈ DCനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അല്ലാതെ ഈ ഒരു മാൻ ഓഫ് സ്റ്റീൽ മാത്രമല്ല, ഇതിനു മുമ്പ് വേറെ ലെവലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 7 അയിലത്ത് എത്തത്തില്ല ഈ ഒരു സൂപ്പർമാൻ. എന്ന് പറഞ്ഞ് മോശമൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു മൂവി അതിൻ്റെതായിട്ടുള്ള വേൾഡ് ബിൽഡിലും അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നൈസ് ആണ്. പക്ഷെ ശരിക്കും സൂപ്പർമാനും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇങ്ങനെയല്ല ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ഈ ഒരു മൂവി സൂപ്പർമാനൊക്കെ നിന്ന് അടികൊള്ളും. ആരുടെത്തൊക്കെ അടികൊള്ളാൻ ഒരു കയ്യും കണക്ക് കാണത്തില്ല, ചുമ്മാ നിന്ന് അടികൊള്ളും. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൂപ്പർ അടി കൊണ്ടിട്ടാണ് വരുന്നത്. സൂപ്പർമാൻ ശരിക്കും അങ്ങനെയല്ല. സൂപ്പർമാൻ തൊടാൻ പറ്റത്തില്ല, മനസ്സിലായില്ല? ഈ ഏലിയൻ ബ്രോ, തൊട്ടാൻ പറ്റത്തില്ല. അതിനിപ്പോൾ ഏതൊരുത്തൻ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് മറ്റേ ഫൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ സ്കെച്ച് ചെയ്താലും സൂപ്പർമാനെ തൊട്ടാൻ പറ്റത്തില്ല. ആ ലെവൽ പവറുള്ള ഒരു മനുഷ്യനാണ് സൂപ്പർമാൻ. ഹ്യൂമാനിറ്റി രക്ഷിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള എർത്തിന് നോക്കാനൊക്കെ ആയിട്ട് മൂപ്പരോട് നിൽക്കുന്നുണ്ട്, മൂപ്പരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ഇട്ട് പോകുന്നുണ്ട്, വില്ലനാവുന്നുണ്ട്. അങ്ങനെ പല ഏരിയാസിലും പല ഡൈമെൻഷൻസിലൊക്കെ സ്റ്റോറി സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സൂപ്പർമാനെ ഒരിക്കലും എനിക്ക് ആസ് എ DC ഫാൻ, അല്ലെങ്കിൽ ഇത്ര കാലോട് കണ്ടുവന്ന ഒരു ഫാൻ ബോയ് എന്ന രീതിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ക ഡിസ്നിയിൽ സൂപ്പർമാൻ വന്ന എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ സൂപ്പർമാൻ അടി കൊള്ളത്തില്ലെന്ന് ചോദിച്ചാൽ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. സൂപ്പർമാൻ അടി കൊള്ളുന്ന ആരാന്ന് ഇതിനു മുമ്പുള്ള മൂവീസിലും കോമിക്സിലും ആനിമേഷൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ലെക്സ് ലൂഥർ കണ്ടുപിടിച്ച 2 റോബോട്ടും അല്ലെങ്കിൽ പറന്നു വരുന്ന ഒരുത്തനും ഇടുന്നല്ല. ഇതിലൊക്കെ അങ്ങനത്തെ രീതിയൊക്കെയാണ് അടി കൊള്ളുന്നത്. ലെക്സ് ലൂഥർ കണ്ടുപിടിക്കുന്ന 2-3 മറ്റേ ഹ്യൂമൻ റോബോട്ട്സ്, അവരുടെ അടി കൊള്ളും, അവരാണ് അടി വാങ്ങിയിട്ട് തിരിച്ചു പോകും, ഹീൽ ചെയ്യും, തിരിച്ചു വരും. അവിടെ ഇങ്ങനെയല്ല സൂപ്പർമാനും ബാക്കിയുള്ള പരിപാടീസ് ഒന്നും. ലെക്സ് ലൂഥറെ ഇങ്ങനെയല്ല. ലെക്സ് ലൂഥർ ഭയങ്കര എക്സ്പ്രസ് ആയിട്ടുള്ള ഒരാളോ, അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ എപ്പോഴും വന്ന് നിൽക്കുന്ന, എല്ലാവരും മുമ്പിൽ ഒന്ന് ഡയലോഗ് അടിച്ച് സംസാരിച്ച് അങ്ങനത്തെ ഒരാളല്ല. മൂപ്പർ ഭയങ്കര സൈലന്റ് ആയിട്ട്, മൂപ്പർ ഭയങ്കര മൈൻഡ് ഗെയിമിന്റെ ആളാണ്. മൂപ്പർക്ക് അറിയാം എന്ത് ചെയ്യണം. അതായത് എക്സ്പ്രസീവ് അല്ലാതെ മനസ്സിൻ്റെ തന്നെ വെച്ചിട്ട് എല്ലാം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലെക്സ് ലൂഥർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മൂവിൽ പക്ക ഓപ്പോസിറ്റ് ആയിട്ടാണ് ലെക്സ് ലൂഥറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വേൾഡ് ബിൽഡിൽ അങ്ങനെ ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് ഈ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സിലും, പല ഇവന്റ്സിലൊക്കെ. ആൻഡ് ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ട്. ഇപ്പം ഗ്രീൻ ലാന്റേൺ വരുന്നുണ്ട്, ഹൊഗുകൾ വരുന്നുണ്ട്, മിസ്റ്റർ എറിഫിക് വരുന്നുണ്ട്, വേറൊരു കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആരാന്ന് പറയുന്നില്ല.
ആൻഡ് വേറൊരാള് ഞാൻ വരുമെന്ന് ഒരുപാട് പ്രതീക്ഷ കേട്ടോ. അങ്ങനത്തെ ഒരു ഇവന്റ് സിനിമയിലുണ്ട്. ഒരേ സമയത്ത് 2 ഏരിയാസിൽ ഭയങ്കര പ്രശ്നമൊക്കെ നടക്കുവാണ്. സോ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന ഏരിയയിൽ ആ മനുഷ്യൻ വരും, അയാൾ അവിടെ വന്ന് പൊളിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. കൊണ്ടുവരായിരുന്നു ബാറ്റ്മാനൊക്കെ വന്നിരുന്നെങ്കിൽ മാൻ അതിനെ പറ്റിയ ഒരു നൈസ് സീക്വൻസ് ഈ മൂവിലുണ്ട്. ചുമ്മാ ഓക്കെ ബാറ്റ്മാനെയും കൂടി കൊണ്ടുവരാൻ എല്ലാവരും വന്നില്ലേ, അങ്ങനെയല്ല. ആ ഒരു സീക്വൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ ബാറ്റ്മാൻ വന്നിരുന്നെങ്കിൽ എൻ്റെ മോനെ പൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവൽ പൊളിയായിരുന്നു. എനിക്ക് സിനിമ അങ്ങ് ഭയങ്കര ഷോകമൊന്നോ അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു, നൈസായിട്ട് എൻജോയ് ചെയ്തു. ഐമാക്സിൽ നല്ല രീതിക്കുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ മിസ്സായതുപോലെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു DC മൂവി ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സൂപ്പർമാൻ മൂവി ആണെന്നോ അല്ലൊന്നും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊരു എൻഗേജിങ് ഫാക്ടർ ഇല്ല സിനിമ കാണുമ്പോൾ. ഓക്കെ അടുത്ത് എന്തോ നടക്കട്ടെ കുഴപ്പമില്ല അങ്ങനെ. പക്ഷേ DC മൂവീസിലൊന്നും ഇങ്ങനെയല്ല. ബാറ്റ്മാൻ വി സൂപ്പർമാൻ എന്നൊക്കെ മൂവിയിൽ ഓക്കെ മൂവി എൻ്റെ പല ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും ലാസ്റ്റ് ക്ലൈമാക്സിൽ നടക്കുന്ന ഫൈറ്റ് മാൻ അത് എത്ര വർഷമാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം. അത് മാത്രം മതി ആ സിനിമയ്ക്ക്. അതുപോലെയാണ് DC മിക്ക മൂവീസും അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു എലമെന്റ് എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഈ സിനിമ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഓക്കെ നടക്കട്ടെ കുഴപ്പമില്ല, എന്തുവേണം നടക്കട്ടെ. അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്തതിന് സെക്കൻഡ് പാർട്ടൊക്കെ ഒരുപാട് വരാനുണ്ട്. സൂപ്പർ ഗേളോ സൂപ്പർ വുമനോ അല്ലെങ്കിൽ ഈ ഒരു DCU അതായത് ജെയിംസ് ഗണ്ണിന്റെ ഒരു യൂണിവേഴ്സിൽ ഇനിയും ഒരുപാട് വരാനുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതേ ഒരു ടെംപ്ലേറ്റ് ആണ് പിടിക്കുന്നെങ്കിൽ അതായത് ഭയങ്കര നന്മ നിറഞ്ഞിട്ടുള്ള വയലൻസ് ഒന്നും ഇല്ലാത്ത കൊച്ചുകുട്ടിയൊക്കെ പോലും കണക്ട് ആവുന്ന രീതിക്കുള്ള സൂപ്പർമാൻ. സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ കൊച്ചുകുട്ടിയൊക്കെ കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല ശരിക്കും ഈ ഒരു വേൾഡിൽ, അല്ലെങ്കിൽ ഇവരിങ്ങനെയല്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല, കോമിക്സിലൊക്കെ ഉണ്ടായിരുന്നു, മടുത്ത ഐറ്റംസാ. പക്ഷെ ശരിക്കും ഉള്ള ആ ഒരു വില്ലൻസ് ആയാലും ഹീറോസ് ആയാലും ഇങ്ങനെയല്ല എല്ലാവരും. ശരിക്കുള്ള സൂപ്പർമാൻ എന്താണ്, ശരിക്കുള്ള ബാറ്റ്മാൻ എന്താണ്, അല്ലെങ്കിൽ ശരിക്കുള്ള DC എന്താണ്, ഇവരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വില്ലൻസ് എന്താണെന്ന് നമുക്കറിയാം. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർമാൻ്റെ ഡോഗ് ക്രിപ്റ്റോ കാണിക്കുന്നതാണ്. ഞാൻ ശരിക്കും വിചാരിച്ച ഒരു 2-3 മിനിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീക്വൻസിൽ ജസ്റ്റ് വന്നു പോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു എൻ്റയർ മൂവിയിൽ മൂപ്പർ വന്നു പോകുന്ന സീക്വൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ച സൂപ്പർമാൻ എന്തെങ്കിലും ഡേഞ്ചറിലേക്കുമ്പോൾ ക്രിപ്റ്റോ വന്നിട്ട് ആ ഒരു ഫോസ്റ്റർ സോളിറ്റൂഡിൽ കൊണ്ടുപോകുന്ന അങ്ങനത്തെ സീക്വൻസ് മാത്രമേ ആയിരിക്കും എന്നാണ്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് പോർഷൻ വരെ മൂപ്പർ എവിടേക്ക് വരുന്നു അതൊക്കെ പൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. നല്ല കിഡിന് സീക്വൻസ് ആയിരുന്നു. സോ ഇതാണ് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓൾറെഡി മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കൂടി കമൻറ്റ് ചെയ്യൂ. ഇനി ഈ ഒരു വേൾഡിൽ ഇതിനെ കണക്ട് ചെയ്ത് ഒരുപാട് മൂവീസൊക്കെ വരാൻ പോകുന്നുണ്ട്. സോ ബാറ്റ്മാനും ബാക്കിയുള്ള സൂപ്പറുകളും അങ്ങനെ ഒരുപാടുണ്ട്. സോ ഇങ്ങനെ ആയാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്നാലും എല്ലാവരും സിനിമ പോയി കണ്ടു നോക്കുക. ഐമാക്സിൽ തന്നെ കണ്ടു നോക്കുക. നൈസ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്ത 2D ആണ് ഞാൻ കണ്ടത്. ഞാൻ 3D അല്ല, ഐമാക്സ് 2D കണ്ടത്. അടിപൊളിയായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. സോ എന്നാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.